أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا لوط لتكونن من المخرجين. قال إني لعملكم من القالين. رب نجني وأهلي مما يعملون. فنجيناه وأهله أجمعين إلا عجوزا في الغابرين. ثم دمرنا الآخرين وأمطرنا عليهم مطرا فساء مطر المنذرين. إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العظيم. അശ്ശുഅറാ 167 മുതൽ 175 വരെയുള്ള ആയത്തുകൾ. ഖാലു അവർ പറഞ്ഞു, ലഇല്ലം തൻതഹി നീ നിർത്തുന്നില്ലെങ്കിൽ, നീ നിർത്തിയിട്ടില്ലെങ്കിൽ, യാ ലൂത്ത് ഓ ലൂത്തേ, ലതകൂനന്ന നീ ആയിത്തീരുക തന്നെ ചെയ്യും, മിനൽ മുഖ്റജീൻ പുറത്താക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നി നിശ്ചയം ഞാൻ, ലി അമലിക്കും നിങ്ങളുടെ പ്രവൃത്തിയോട്, മിനൽ ഖാലീൻ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. റബ്ബി എൻ്റെ നാഥ, നജ്ജിനി നീ എന്നെ രക്ഷപ്പെടുത്തണമേ, വഅഹ്ലി എൻ്റെ ആളുകളെയും, മിമ്മാ യഅമലൂൻ അവർ ചെയ്യുന്നതിൽ നിന്ന്. ഫനജ്ജൈനാഹു അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, വഅഹ്ലഹു അദ്ദേഹത്തിൻ്റെ ആളുകളെയും, അജ്മഈൻ ഒന്നടങ്കം ഒന്നാകെ. ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ ഇല്ലാ അജൂസൻ ഒരു കിഴവി ഒഴികെ, ഒരു തള്ള, അജൂസ്, ഫിൽ ഗാബിരീൻ പിന്തി നിന്നവരിൽ പെട്ട. ഖബറ ഗാബിർ, ഗാബിരീൻ പിന്മാറി നിൽക്കുക, പിന്തി നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. സുമ്മ ദമ്മർനൽ ആഖരീൻ പിന്നീട്, സുമ്മ ദമ്മർന പിന്നെ നാം തകർത്തു കളഞ്ഞു, അൽ-ആഖരീൻ ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ. വഅംതർന അലൈഹിം അവരുടെ മേൽ നാം വർഷിച്ചു, മത്തറ ഒരു മഴ. ഫസാഅ അപ്പോൾ എത്ര മോശമായിരുന്നു അല്ലെങ്കിൽ എത്ര ദുരിതമായിരുന്നു, മത്തറുൽ മുൻദരീൻ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ മഴ, അഥവാ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർക്ക് ലഭിച്ച മഴ. ഇന്ന ഫീ ദാലിക ലആയ തീർച്ചയായും അതിൽ ഒരു ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ അവരിൽ ഭൂരിപക്ഷവും വിശ്വാസികൾ ആയിട്ടില്ലാതിരിക്കെ. വഇന്ന റബ്ബക നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവൽ അസീസുർ റഹീം ലഹുവ അവൻ തന്നെയാണ്, അൽ അസീസ് അജയ്യനും, അർ റഹീം കാരുണ്യവാനും. ലൂത്ത് അലൈഹിസ്സലാം ജനതയുടെ വളരെ മോശം, മുൻഗാമികൾ പോലും ചെയ്തിട്ടില്ലാത്ത തോന്നിവാസങ്ങളിൽ നിന്ന് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് അവരുടെ പ്രതികരണം ഇങ്ങോട്ട് എതിർക്കുന്ന പോലെയായിരുന്നു. ഖാലു ലഇല്ലം തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ. ലൂത്തെ, നീ പണി നിർത്തുന്നില്ലെങ്കിൽ,
നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീയും ഉൾപ്പെടും. എന്താണ് ആ പറയുന്നതിൻ്റെ ഉള്ളുകള്ളി? അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസുൻ യത്തഹറൂൻ. ഇവരെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കൂ, ഇവരൊക്കെ ഒരു വിശുദ്ധന്മാരാണ് എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരെക്കുറിച്ചും അവരുടെ തോന്നിയാസങ്ങളെ എതിർത്തവരെക്കുറിച്ചുമൊക്കെ ജനത പറഞ്ഞത് ഖുർആൻ മറ്റിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവരെ പുറത്താക്കൂ. എന്നിട്ട് ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ലൂത്ത് അലൈഹി ഇസ്ലാമിനെ അവർക്ക് വേണം, അവരുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ ഭർത്താവാണല്ലോ അവിടുന്ന് കല്യാണം കഴിച്ച. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അവരുടെ നിലപാടിലുള്ള തോന്നിയാസങ്ങളുടെ കൂടെ നിൽക്കുന്ന പെണ്ണിൻ്റെ ഭർത്താവിനെ നാട്ടിൽ നിന്ന് പുറത്താക്കൽ പൊതുവേ അത്ര താല്പര്യം എടുക്കൂലല്ലോ. അവരുടെ ഒരാളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഭർത്താവിനെ പുറത്താക്കിയാൽ. അതുകൊണ്ടാണ് പറയുന്നത് നീ പുറത്താക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നു. നിൻ്റെ അനുയായികളെ മാത്രമല്ല, നിൻ്റെ ഭാര്യയുടെയോ കുട്ടികളുടെയോ സമ്മതം നോക്കാതെ നിന്നെയും പുറത്താക്കും എന്ന് താക്കീത് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നതിന് അതിനെ എതിർക്കുക, ഇതൊക്കെ ചെയ്താൽ നിന്നെയും നാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും ഞങ്ങൾ. ഖാല ഇന്നി ലഅമലിക്കും മിനൽ ഖാലീൻ. ലൂത്ത് അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിനോട് എന്നെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഖാലീൻ എന്ന വാക്ക് ഖാൽ ഏകവചനം, അതിൻ്റെ ബഹുവചനാണ് ഖാലൂൻ. അതിനാണ് മിന വന്നതുകൊണ്ട് ഖാലീൻ എന്നായത്. വെറുക്കുന്നവർ എന്നാണ് അർത്ഥം. വെറുക്കുന്നവർ വെറും വെറുക്കുന്നവരല്ല, കാരിഹൂനല്ല, ഖാലൂൻ കഠിനമായി വെറുക്കുന്നവരാണ്. സഹിക്കാൻ കഴിയാത്ത വെറുപ്പ് പ്രകടിപ്പിക്കുന്നവർ ആണ് ഖാലൂൻ എന്ന് പറയുന്നത്. അത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ചിന്താഗതിക്കാരുടെ നിലപാട് നമുക്കറിയാമല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം, ഞങ്ങൾക്ക് സ്വർഗത്തോടാണ് ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ ആരെയും സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അത് ഞങ്ങൾക്കതാണ് ഇഷ്ടം, അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് ദേഹേച്ഛ ഇലാഹാക്കിയ എല്ലാവരുടെയും നിലപാടുണ്ടാകുക. അതിനെ തുല്യ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. നിങ്ങൾക്കിത് വെറുക്കാൻ അവകാശമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ അവകാശമുണ്ടെങ്കിൽ എനിക്കത് വെറുക്കാനുണ്ട് അതേ അവകാശമെന്ന്. ഈ LGBTQRS പിന്നെ A+ ഇനിയും ഒരുപാട് വരാനുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് സ്വവർഗത്തോട് ഇഷ്ടമാണ്, ചിലർക്ക് മൃഗങ്ങളോടാണ് ഇഷ്ടം, ചിലർക്ക് രക്തബന്ധുക്കളെയാണ് ഇഷ്ടം. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയോ വൃത്തികെട്ട ഇഷ്ടങ്ങൾ. അതിലെ ഗ്രൂപ്പ് എണ്ണം ഇങ്ങനെ, അതാണ് LGBTQ+R+ ആണ്. ഓരോ അക്ഷരവും ഓരോ തോന്നിയാസികളെയാണ്, ലൈംഗിക സദാചാര വൈകൃതങ്ങളെയാണ്, പ്രകൃതി വിരുദ്ധ വൈകൃതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ എന്തൊക്കെ ഇഷ്ടമെന്ന് ഇനിയും പറയാൻ കഴിയില്ല, ഇനിയും പുതിയത് വരാൻ വേണമെങ്കിൽ. അവിടെയൊക്കെ അവരുടെ അടിത്തറ ഞങ്ങൾക്കിതാണ് ഇഷ്ടം എന്നാണ്. അതിൽ തന്നെ ഒന്നിഷ്ടപ്പെടുന്നയാൾ മറ്റതിനെ വെറുക്കുന്നയാളാണ്. മൃഗവുമായി ഭോഗിക്കുന്നയാൾ മനുഷ്യനുമായുള്ള ഭോഗത്തെ വെറുക്കുന്നവനാണ്. സ്വവർഗത്തെ ഇഷ്ടപ്പെടുന്നയാൾ ഓപ്പോസിറ്റ് സെക്സിനെ വെറുക്കുന്നവനാണ്. ആണ് പെണ്ണിനെ വെറുക്കുക, പെണ്ണ് ആണിനെ വെറുക്കുക. ഇങ്ങനെ തുടങ്ങി താൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും ബാക്കിയെല്ലാം വെറുക്കുകയുമാണ്. അപ്പം അവർക്ക് തന്നെ ഉണ്ട് അതെനിക്ക് വെറുപ്പാണ്, അതെനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ താൻ തോന്നിത്ത നിലപാട്. അതേ നാണയത്തിൽ ലൂത്ത് നബി തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ വെറുക്കുന്നവനാണ് ഞാൻ. പിന്നെ അവർക്കൊന്നും പറയാൻ കഴിയില്ല. ഇത് ശരിയാണെന്ന്, ഇത് പ്രകൃതിപരമാണെന്നും, നീ ശരിയിലല്ല എന്നും, നീ വഴിതെറ്റിയവനാണെന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല, അത് വെറുപ്പാണ് എന്നാണ് അവരോട് പറഞ്ഞ മറുപടി. പക്ഷേ അതൊന്നും അവരിൽ ഏശുകയില്ല. അതങ്ങനെയാണ്. ഈ ഫിത്നകളുടെയൊക്കെ ആളുകൾ അവർ പറയും പോലെയാണെങ്കിൽ പുരോഗമനമാണ്,
അവർ പറയുന്നതല്ലെങ്കിൽ പിന്നെ അത് തനി പഴഞ്ചനും പുരോഗമന വിരുദ്ധമൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ രാജ്യവും ലോകവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോഴാണ് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി മലക്കുകൾ വന്നതുമൊക്കെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വന്നതും എന്നിട്ട് ഇവരിങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ വിവരിക്കണില്ല. കാരണം ഇവിടെ ജനതയുടെ ധിക്കാരവും അതിൻ്റെ അനന്തരഫലവും ഓരോന്നോരോന്ന് മക്കാ മുശ്രിക്കുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്ന മക്കാ മുശ്രിക്കുകൾക്ക് പാഠമാകുന്ന തരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് വിശദാംശങ്ങളൊക്കെ വിട്ടിരിക്കുന്നു. അവസാനം ലൂത്ത് അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, റബ്ബി നജ്ജിനി വ അഹ്ലി മിമ്മാ യഅ്മലൂൻ. പടച്ചവനെ, എന്നെയും എൻ്റെ അഹ്ലെന്ന് പറഞ്ഞാൽ ആരാ? അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെന്ന് പരിഭാഷപ്പെടുത്തി കാണാം. ലൂത്ത് അലൈഹി ഇസ്ലാമിന് അവിടെ രക്തബന്ധുക്കളായ കുടുംബം ഇല്ല. അദ്ദേഹം അവിടുന്ന് കല്യാണം കഴിച്ച് അവിടെ കൂടിയവനാണ്. പിന്നെ ഉണ്ടെങ്കിൽ മക്കളും പേരക്കുട്ടികളും ഭാര്യയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. ഭാര്യ എതിരാളിയാണ്. ഭാര്യ സ്വവർഗരതിയുടെ ആളാണ്. അതോട് സാധാരണ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിൻ്റെ ആളുകളായിരുന്നു തെളിയിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരതിനെതിരെ നിൽക്കേണ്ടതായിരുന്നല്ലോ. അങ്ങനെ അഹ്ല് എന്ന് പറഞ്ഞാൽ മക്കളും കുടുംബവും, മക്കളുണ്ട് പക്ഷേ ഭാര്യയില്ല. പിന്നെ ബന്ധുക്കൾ സ്വാഭാവികമായിട്ടും കൂടുതലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അതിന് മാത്രം കാലമായിട്ടുമില്ല. അപ്പം പിന്നെ അഹ്ല് എന്ന് പറഞ്ഞാൽ ആരാ? അത് വിശ്വാസികളായ ആളുകളാണ്. നൂഹ് അലൈഹി ഇസ്ലാമിനോട് ഇന്ന ബിനക്ക ലൈസ മിൻ അഹ്ലിക, നിന്റെ മകൻ നിന്റെ അഹ്ലിൽപ്പെട്ടതല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ ദുർവൃത്തിയാണ് എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികളെയാണ് ഇവിടെ അഹ്ലി എന്ന് പറഞ്ഞത്. ഞങ്ങളെ രക്ഷിക്കണമേ. ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടായി, നീ നിൻ്റെ അഹ്ലുകാരെയും കൂട്ടി സുബഹിക്ക് മുമ്പ് പുറപ്പെട്ടു കൊള്ളണം, രാത്രിക്ക് രാത്രി. അലൈസ സുബ്ഹു ബി ഖരീബ്, സുബ്ഹ് വളരെ അടുത്താണല്ലോ എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞു. മലക്കുകൾ, നശിപ്പിക്കാനുള്ള മലക്കുകൾ സ്വർഗരതിക്കാർക്ക് താല്പര്യം തോന്നുന്ന തരത്തിൽ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവരെ ആദ്യം അതിഥികളാണ്, മനുഷ്യരായ അതിഥികളാണെന്നാണ് ലൂത്ത് നബിയും വിചാരിച്ചത്, നാട്ടുകാരും വിചാരിച്ചത്. അവരെ കയറി പിടിക്കാനാണ് അവർ തുനിഞ്ഞത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം ബേജാറായി. മലക്കുകൾ സമാധാനിപ്പിച്ചു, ഞങ്ങൾ അള്ളാഹു താല പറഞ്ഞു വെച്ചിട്ട് വന്നതാണ്, താങ്കൾ അവരെ കാര്യത്തിൽ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിലെ വിശ്വസ്തവരെയും ഒന്നാകെ രക്ഷപ്പെടുത്തി. എന്തിനാ പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ ആയത്ത്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ ഹൽ യുഹ്ലക്കു ഇല്ലൽ ലാലിമൂൻ, സൂറത്തുൽ മാഇദയിൽ ഹൽ യുഹ്ലക്കു ഇല്ലൽ ലാലിമൂൻ, അക്രമികളല്ലാതെ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സംഗതി തന്നെ. അഥവാ അക്രമികൾ സൂറത്തുൽ അൻആമിൽ, മക്കത്തിറങ്ങിയ സൂറത്തിൽ തന്നെ അക്രമികൾ മാത്രമാണ് നശിപ്പിക്കപ്പെടുക. അത് തെളിയിച്ചു കാട്ടാനാണ് വനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ. പിന്തി നിന്നവരിൽപ്പെട്ട ഒരു തള്ളയൊഴികെ, അഥവാ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, അവർ ഇതിന് അനുകൂലമായിരുന്നു. അവർ ജനങ്ങളുടെ താന്തോന്നിത്വത്തിൻ്റെ ഒപ്പം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നബിയുടെ ഭാര്യയായിട്ട് പോലും അവരെ അള്ളാഹു താല രക്ഷപ്പെടുത്തിയില്ല. എന്ന് മാത്രമല്ല, നിഷേധികളായ സകല മനുഷ്യർക്കും മോഡലായിട്ട് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയും അതുപോലെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുമാണ്. അതാണ് ഈ പറഞ്ഞ അജൂസ്. സുമ്മ ദമ്മർനൽ ആഖരീൻ, അവരെ മറ്റുള്ളവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. എന്താ ചെയ്തത്? വംതർന അലൈഹിം മത്തറൻ ഫസാഅ മത്റുൽ മുൻദിരീൻ, ഭൂകമ്പമുണ്ടായി, അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. എന്നിട്ട് ലാവയിൽ നിന്ന് സിജ്ജീലി മൻലൂദ്, ചൂളക്ക് വെക്കപ്പെട്ട ചുട്ടുപഴുത്ത കല്ല്, ഹിജാറത്തം മിൻ സിജ്ജീലി മൻലൂദ് മുസവ്വമത്തൻ ഇൻദ റബ്ബിക, ഓരോ കല്ലിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതാരുടെ തലയിൽ വീണമെന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തൻ്റെയും തലയിൽ പെയ്തു ഈ ചുട്ടുപഴുത്ത കൽമഴ. പിന്നീട് ജഅല ആലിയഹ സാഫിലഹ, അടിമേൽ മറിച്ചു. ആദ്യം തുടങ്ങിയത് ഈ മഴയാണ്, സാധാരണ മഴയല്ല, തീക്കല്ലുകളുടെ മഴ, അതാണ് ഉണ്ടായത്.
എന്നിട്ട് ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന തരത്തിലാണ് അതിൻ്റെ കല്ലുകൾ വന്ന് വീണത് എന്നർത്ഥം. എത്ര മോശമായിരുന്നു. മഴ സ്വന്തം നിലയിൽ വളരെ നല്ലൊരു സാധനമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് മുകളിൽ നിന്ന് അത് വർഷിക്കാൻ തുടങ്ങിയാൽ അത് വളരെ ദുരിതപൂർണമായ മഴയായിരിക്കും എന്നർത്ഥം. ഇന്ന ഫീ ദാലിക്കൽ ആയ, അത് കണ്ടു പഠിച്ചോ മക്കയിലെ നിഷേധികളെ എന്നർത്ഥം. അതിലൊരു പാഠമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരധിക പേരും മുഅ്മിനുകളായിരുന്നില്ല എന്നും പറയാം. ഇവരിൽ അധിക പേരും മുഅ്മിനായിട്ടില്ലാതിരിക്കെ ഇവർക്ക് ആയത്തുണ്ട് എന്നുമാകാം. നേരത്തെ വിശദീകരിച്ചതാണ് നമ്മൾ. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയം താങ്കളുടെ റബ്ബ് തന്നെയാണ് അജയ്യനും കാരുണ്യവാനും. അഥവാ അള്ളാഹു തീരുമാനിച്ചത് തന്നെ നടക്കും, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ശിക്ഷ വരാത്തത്, ജീവിക്കാൻ കഴിയുന്നത് അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.